പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 11-ാം അധ്യായം 1 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മക്കളെ അമ്മയ്ക്കെതിരായും മരുമക്കളെ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും അവൻ്റെ ശത്രുക്കൾ. എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു 12 ശിഷ്യന്മാർക്കും നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനും പ്രസംഗിക്കുവാനുമായി അവിടെ നിന്നും പുറപ്പെട്ടു. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മോട് പറയുന്നു, യേശു വന്നിരിക്കുന്നത് സമാധാനം നൽകുവാനല്ല, വാളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം, ഒരു ഭവനത്തിൽ തന്നെ നന്മയും തിന്മയും പ്രവർത്തിക്കുന്നവർ കാണാം. അങ്ങനെയാകുമ്പോൾ നന്മ തന്നെയാണ് എപ്പോഴും തിന്മയെ കീഴ്പ്പെടുത്തുന്നത്. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളൊക്കെയും നന്മ നിറഞ്ഞതാകാം. അങ്ങനെ നമ്മുടെ കൂടെയുള്ളവരെയൊക്കെയും സമൂഹത്തിലുള്ളവരെയൊക്കെയും നമ്മൾക്ക് വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. സ്വന്തം കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കുവാനായിട്ട് യേശു നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. യേശുവിനെ പ്രതി ജീവൻ അർപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവൻ നേടുന്നു എന്ന് തന്നെ യേശു പറയുന്നുണ്ട്. നമ്മൾ സ്വാർത്ഥമതികളാകാതെ നമ്മുടെ സമയവും കഴിവും പണവും നമ്മുടെ സാന്നിധ്യമൊക്കെയും ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. നമ്മൾ കാണപ്പെടുന്ന ഒരുവനിൽ യേശുവിനെ കണ്ടുകൊണ്ട് അവർക്കെന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഉണ്ടാകുമെന്ന് ദൈവം പറയുന്നുണ്ട്. അങ്ങനെ മറ്റുള്ളവരിൽ യേശുവിനെ കണ്ടുകൊണ്ട് ജീവിക്കാം. ദൈവത്തെയും അപരനെയും സ്നേഹിച്ച് ജീവിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.